Today we are going to discuss about the previous year's question paper discussion about privatization, globalization and liberalization and appraisal. അതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്ത്യ സ്റ്റാർട്ടഡ് എക്കണോമിക് റിഫോംസ് ഇൻ 1991. Then second question, in which year WTO was formed? 1995. Then third question, which among the following is not the pillar of economic reforms? ഇവിടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, നാഷണലൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് നാഷണലൈസേഷൻ. ദെൻ ഓഡ് വൺ ഔട്ട് ആൻഡ് ജസ്റ്റിഫൈ. പ്രൈവറ്റൈസേഷൻ, നാഷണലൈസേഷൻ, ലിബറലൈസേഷൻ, ഗ്ലോബലൈസേഷൻ. വി ഓൾറെഡി ഡിസ്കസ് ദിസ് പോയിന്റ് അല്ലേ. നാഷണലൈസേഷൻ നമ്മൾ ആണ് വൺ ഔട്ട്. SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ആന്ധ്ര ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ആന്ധ്ര ബാങ്ക്. Others are related to the national bank. Then next question, what is BPO? Business Processing Outsourcing ആണ് അതിൻ്റെ ഫുൾ ഫോം. Then the next one, point out major factors responsible for high growth of service sector. ഈ റിഫോംസിൻ്റെ കാലഘട്ടത്ത് സർവീസ് സെക്ടർ വളരെ മുൻപന്തിയിലായിരുന്നു. ഇതിന് കാരണം എന്താണ്? The growth rate of service sector was very high in India compared to other sector. After adopting the new economic policy, the growth rate was 8.2%. The liberalization, privatization policy are responsible for the fast growth of the service sector. സർവീസ് സെക്ടർ മുന്നോക്കം രീതിയിലേക്ക് എത്തുന്നതിന് ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും കാരണം കൊണ്ടാണ് കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ സർവീസ് സെക്ടറിൻ്റെ ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായത്. വാട്ട് ഡസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് മീൻ? എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെ അർത്ഥമാക്കുന്നത്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് ഡയറക്ട്ലി അണ്ടർടേക്കൺ ബൈ ഫോറിൻ കമ്പനീസ് ആൻഡ് നാഷണൽ ഇൻ വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. ഫോറിൻ കമ്പനീസ് അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസും ഇന്ത്യയിൽ സെക്ടേഴ്സുകളിൽ ഇന്ത്യൻ എക്കോണമിയിൽ ഡയറക്റ്റായിട്ട് പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ്? എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻസർ നമുക്ക് നോക്കാം. സെയിൽ ഓഫ് പാർട്ട് ഓഫ് ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് ഇൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ടു financial institution, mutual funds and public is known as disinvestment of public sector unit. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? പിൻവാങ്ങുന്ന പ്രോസസ്സാണ്. അതല്ലെങ്കിൽ ആ ഒരു റോൾ പ്രൈവറ്റുകാർക്കുന്ന പ്രോസസ്സിനെയാണ് ഇതെന്ന് പറയുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതിൽ നിന്നും ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ നിന്ന് ആ റോള് മാറിയിട്ട് മറ്റുള്ളവർക്ക് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ദെൻ ട്രൂ ഓർ ഫാൾസ് ആണ്. WTO വാസ് ഫൗണ്ട് ഇൻ 1995 ആസ് എ സക്സസർ ഓർഗനൈസേഷൻ ഓഫ് ഗാട്ട്. ഗാട്ടിൻ്റെ ഒരു സക്സസർ ഓർഗനൈസേഷനാണ് WTO. 1995 ശരിയാണ്. 1948 ഗാട്ട് രൂപീകരിച്ചത്. അതിൻ്റെ സക്സസർ ഓർഗനൈസേഷൻ ആണ് WTO. ഇറ്റ്സ് ഫൗണ്ടഡ് ഇൻ 1995. ഇന്ത്യ സൈൻഡ് ഇൻ ന്യൂ എക്കണോമിക് പോളിസി ഇൻ 1991. ഇന്ത്യ ന്യൂ എക്കണോമിക് പോളിസിയിൽ സൈൻ ചെയ്തത് 1991 ആണ്. നിങ്ങൾക്കറിയാം LPG പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത്. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാംസൊക്കെയാണ് ഇന്ത്യയിൽ LPG പോളിസി വരുന്നതിന് കാരണമായിട്ടുള്ളത്. ദെൻ write the full form of the following: IBRD, International Bank for Reconstruction and Development; FII, Foreign Institutional Investment; IMF, International Monetary Fund; GATT, General Agreement on Tariff and Trade എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് വരും 1 മാർക്കിനോ 2 മാർക്കിനോ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ദെൻ മാച്ച് ദ ഫോളോയിങ് A and B എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കോളംസ് മാച്ച് ചെയ്യാം. ഗാട്ട് 1948 ആണ്. എക്കണോമിക് റിഫോംസ് 1991 ആണ്. WTO 1995 ആണ്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, give examples of nationalized banks, private bank and private foreign bank.
ഇവിടെ തന്നിരിക്കുന്നതിൽ നിന്ന് ഓരോന്നിൻ്റെയും എക്സാമ്പിൾസുകൾ എഴുതാനാണ്. നാഷണലൈസ്ഡ് ബാങ്കുകൾ, ബാങ്ക് ഓഫ് ബറോഡ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്. പ്രൈവറ്റ് ബാങ്കുകൾ, ആന്ധ്ര ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. പ്രൈവറ്റ് ബാങ്ക്, ഡച്ച് ബാങ്ക്, HSBC എന്നൊക്കെ ഉള്ളത് പ്രൈവറ്റ് ബാങ്കുകളാണ്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് എന്താണ്, അവയെക്കുറിച്ചുള്ള എക്സാമ്പിളാണ്. കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, സെയിൽസ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, വാറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ ഡയറക്റ്റ് ടാക്സും, കസ്റ്റംസ് ഡ്യൂട്ടി, സെയിൽസ് ടാക്സ്, വാറ്റ്, ഗുഡ്സ് GST തുടങ്ങിയ ഇൻഡയറക്റ്റ് ടാക്സുമാണ്. ഈ ഇതിൽ ചെറിയ തെറ്റുണ്ട്. ദെൻ ന്യൂ എക്കണോമിക് പോളിസി ഹാസ് എ ഇമ്പാക്ട് ഓൺ പോവർട്ടി. ഡു യു എഗ്രി? സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ ന്യൂ എക്കണോമിക് പോളിസി ഹാസ് ഇമ്പാക്ട് ഓൺ പോവർട്ടി. പോവർട്ടിക്ക് ന്യൂ എക്കണോമിക് പോളിസി അതിന് കാരണമായിട്ടുണ്ടോ? നിങ്ങളതിന് എന്താ ആൻസർ എഴുതുക. യെസ്, ന്യൂ എക്കണോമിക് പോളിസി ഹാസ് ഇമ്പാക്ട് ഓൺ പോവർട്ടി. ന്യൂ എക്കണോമിക് പോളിസി cannot solve the problem of poverty. It seems that it will increase the problem of poverty. പോവർട്ടിക്ക് കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് പോവർട്ടിക്ക് കാരണമായത്? അഗ്രികൾച്ചർ സെക്ടറിൻ്റെ പ്രാധാന്യം കൊടുത്തില്ല. അതേപോലെ തന്നെ റിഫോംസിൻ്റെ പീരിയഡിൽ ഫുഡ് ക്രോപ്സിൻ്റെ പ്രൊഡക്ഷനോ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ പ്രൊഡക്ഷനോ ഒന്നും പ്രാധാന്യം കൊടുക്കാത്തതോടുകൂടി പോവർട്ടി അനുഭവിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ പോവർട്ടി അലിവേറ്റഡ് പീപ്പിളിൻ്റെ എണ്ണം കൂടുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ next question, at present how many industries are reserved in public sector in India? Which are they? ഇപ്പോൾ പ്രസൻറ്റിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 3 industries are reserved in India. Atomic energy, mineral enlisted under the schedule of atomic energy, then rail transport തുടങ്ങിയവ എന്ത് ചെയ്തിട്ട് ഇന്ത്യ ഗവൺമെൻറ് നമ്മുടെ റിസർവ് ആക്കി വെച്ചിട്ടുണ്ട്. Then mention the monetary reforms under the new economic policy. ന്യൂ എക്കണോമിക് പോളിസിയിലുള്ള മോണിറ്ററി പോളിസികൾ ഏതെല്ലാമാണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബാങ്കിങ് സിസ്റ്റം, ഫ്രീ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്, റിഡക്ഷൻ ഓഫ് ലിക്വിഡിറ്റി റേഷ്യോ, ഇംപ്രൂവ്മെന്റ് ഇൻ ബാങ്കിങ് സിസ്റ്റം തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫാൾസ്. ICICI ഈസ് എ പബ്ലിക് സെക്ടർ ബാങ്ക്. ICICI പബ്ലിക് സെക്ടർ ബാങ്ക് ആണോ? അല്ല അല്ലേ. ICICI ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. ONGC ഈസ് എ നവരത്ന കമ്പനി, ട്രൂ ആണ്. കോട്ട ഈസ് എ നോൺ താരിഫ് ബാരിയർ, ട്രൂ ആണ്. ഇന്ത്യ ഫേസ്ഡ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് 1991, ട്രൂ ആണ്. അപ്പോൾ ഇതിലുള്ള ഫസ്റ്റ് സെൻറ്റൻസ് ഒഴികെ ബാക്കിയുള്ളത് എല്ലാതും എന്താണ്? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ ഇന്ത്യയിൽ വരാനുണ്ടായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺസ് ഇതാണ്. അപ്പോൾ എഴുതാം, റാപ്പിഡ് ഗ്രോത്ത് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മുടെ രാജ്യത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയിൽ ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായത്. ഡീറെഗുലേഷൻ ഓഫ് മണി മാർക്കറ്റ്, മണി മാർക്കറ്റിന് ഡീറെഗുലേഷൻ ചെയ്തത്, റെഗുലേഷൻ ഉണ്ടായിരുന്നു, അത് ഡീറെഗുലേറ്റ് ചെയ്തൊക്കെ ഗ്ലോബലൈസേഷൻ വരുന്നതിന് കാരണമായി. ദെൻ റിമൂവൽ ഓഫ് ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ്, നമ്മൾ ഇന്ത്യ ഗവൺമെൻറ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ, താരിഫ്, കോട്ട സിസ്റ്റം ഒക്കെ നമ്മൾ ഒഴിവാക്കിയതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ വരുന്നതിന് കാരണമായിട്ടുണ്ട്. ദെൻ അഗ്രികൾച്ചർ സെക്ടർ അപ്പിയേഴ്സ് ടു അഡ്വേഴ്സ്ലി അഫക്റ്റ് ദ റിഫോംസ് പ്രോസസ്. ഡു യു എഗ്രി? ഗീവ് റീസൺ. അഗ്രികൾച്ചർ സെക്ടർ റിഫോംസിൻ്റെ കാലഘട്ടത്തിൽ പിന്നോക്കാവസ്ഥയിലേക്കായിരുന്നു. ശരിയാണ്. കാരണം അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടോ അതിൽ പുതിയതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടോ ഇറിഗേഷൻ ഫെസിലിറ്റികളിലോ അതേപോലെ തന്നെ ന്യൂ ടെക്നോളജിയുടെ മേഖലകളിലോ ഒക്കെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് വരുത്തുന്നതിൽ പിന്നോക്കം നിന്നിരുന്നു. ഇതെല്ലാം ഈ റിഫോംസിൻ്റെ കാലഘട്ടത്തിൽ അഗ്രികൾച്ചർ സെക്ടർ പിന്നോക്കം വരുന്നതിന് കാരണമായിട്ടുണ്ട്. മെനി സ്കോളേഴ്സ് ആർഗ്യൂ ദാറ്റ് ഗ്ലോബലൈസേഷൻ is a threat as it reduces the role of the state in many sectors. Then some counter arguments that it is an opportunity as it is open up markets to compete in and capture. Prepare a debate report on globalization is threat or blessing. അപ്പോൾ ഇതൊരു 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡിബേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ്. ഇപ്പോൾ ഡിബേറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഹെഡ്ലൈൻ കൊടുക്കുക, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ഇൻട്രൊഡക്ഷനിൽ അത് ഇവിടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ പ്ലസ് 1 കോമേഴ്സ് ബാച്ച് കണ്ടക്ടിങ് ദ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഗ്ലോബലൈസേഷൻ ആസ് എ ത്രെറ്റ് ഓർ ബ്ലെസ്സിങ് ഇൻ എ ഡേറ്റ് ഇൻ എ ടൈം within the guidance of our economics teacher. Our class has divided into 2 groups and to cover the entire area of the topic. Each group presented the relevant points എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡക്ഷൻ എഴുതി കൊടുക്കുക. സ്കൂളിൻ്റെ പേരൊന്നും അവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത് സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. ദെൻ ആർഗ്യുമെൻറ്റ് ഇൻ ദ ഫേവർ ഇൻ ഗ്ലോബലൈസേഷൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. നോക്കാം. ആസ് എ റിസൾട്ട് ഓഫ് ദ ഗ്ലോബലൈസേഷൻ
growth rate of the economy has gone up. Production of both agriculture and industry sector increase. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് the growth rate of economy has gone up ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ബോത്ത് അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി സെക്ടർ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആസ് എ റിസൾട്ട് ഓഫ് ദ ഗ്ലോബലൈസേഷൻ എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ് ഹാസ് ഇൻക്രീസ്ഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാസ് റൈസൺ ആൻഡ് ദ റേഷ്യോ ഓഫ് എക്സ്റ്റേണൽ ഡെപ്റ്റ് ടു GDP ഹാസ് ആൾസോ ഫോളൻ. അല്ലേ, നമ്മുടെ എക്സ്പോർട്ട് ഗ്രോത്ത് റേറ്റ് വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്, GDP-യുടെ ഷെയർ വർദ്ധിപ്പിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ദെൻ ഗ്ലോബലൈസേഷൻ വിൽ ക്രിയേറ്റ് ദ പ്രഷർ ഓഫ് കോമ്പറ്റീഷൻ വിച്ച് ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി ലെവൽ. നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ ഉയർത്തുന്നതിന് ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ ന്യൂ എക്കണോമിക് പോളിസി ഹാസ് ഹെൽപ്ഡ് ടു ടൈഡ് ഓവർ ദ ഇമ്മീഡിയറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ്. നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഒഴിവാക്കുന്നതിന്, സോൾവ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ എതിരെയുള്ള ചില ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് നോക്കാം. ഗ്ലോബലൈസേഷൻ പ്രോസസ് നെഗ്ലക്റ്റഡ് ദ അഗ്രികൾച്ചർ സെക്ടർ കമ്പയർഡ് ടു അതർ സെക്ടേഴ്സ്. മറ്റ് സെക്ടേഴ്സിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ അത് നെഗ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. മോർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ഡെപ്റ്റ് വിൽ പുട്ട് ഇന്ത്യ ഇൻ ടു ദ ഡെപ്റ്റ് ട്രാപ്പ്. നമ്മൾ ഫോറിൻ സെക്ടേഴ്സിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതുകൊണ്ട് നമുക്ക് ഫോറിൻ പണത്തെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്നുണ്ട്, ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയുന്ന പ്രോബ്ലത്തിലേക്ക് വന്നു. ദ ഗ്ലോബലൈസേഷൻ പ്രോസസ് ഹാസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ടു ഫോറിൻ ടെക്നോളജി. ദിസ് വിൽ ഹേർട്ട് ഇൻഡിജിനസ് നോഹൗ. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള അറിവുകളെ നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ ടെക്നോളജിയൊക്കെ തേടി പോകുമ്പോൾ നമ്മുടെ പഴയ ഇൻഡിജിനസ് ആയിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള അറിവുകളെ നമ്മൾ ഒഴിവാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബലൈസേഷൻ ഹാസ് എൻകറേജ്ഡ് ദ പ്രൊഡക്ഷൻ ആൻഡ് ഓഫ് കംഫർട്ട് ആൻഡ് ലക്ഷറീസ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്തിനാണ് എൻകറേജ് ചെയ്തത്? കംഫർട്ട് ഗുഡ്സുകളും ലക്ഷറി ഗുഡ്സുകളുടെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടി എൻകറേജ് ചെയ്തു. എന്നാൽ ഫുഡ് ക്രോപ്സുകളോ നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള പോവർട്ടി റാഡിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കോ ഗ്ലോബലൈസേഷൻ പ്രാധാന്യം കൊടുത്തിട്ടില്ല. ദെൻ the last question, prepare a seminar report on the topic new economic policy 1991. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. ആ ഇൻട്രൊഡക്ഷനിലെ ഗ്രൂപ്പുകൾ സെമിനാർ പേപ്പർ തയ്യാറാക്കുന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ നൽകുക. ദെൻ ലിബറലൈസേഷൻ, അതേപോലെ തന്നെ ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ്റെ ഫീച്ചേഴ്സ് കൊണ്ടുവരിക. ദെൻ പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇവയെക്കുറിച്ചുള്ള all the three groups presented their topic with the necessary facts and figures. After presentation, there has a question answer session. The active participation of everyone made this session live and interesting. On the whole, the seminar was big success. എന്നുള്ള രീതിയിൽ ഒരു പോസിറ്റീവ് ഞാൻ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതാം. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള സമ്മേൻ്റെ സമ്മറിയും അതേപോലെ തന്നെ ഇതിലെ ചില നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, selling of part of the equity of public sector undertaking to the public is known as, answer ഇതിലേതാ, disinvestment ആണ്. Then second question, critically evaluate the impact of new economic policy in agriculture and industrial sector. ഇപ്പോൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാം ന്യൂ എക്കണോമിക് പോളിസി അഗ്രികൾച്ചർ സെക്ടറിനെയും ഇൻഡസ്ട്രിയൽ സെക്ടറിനെയും എങ്ങനെ ബാധിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളുടെ വിമർശനാത്മകമായിട്ടുള്ള രീതിയിൽ എഴുതുക. അപ്പോൾ വിമർശനാത്മകമായിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് എഴുതുമ്പോൾ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കൂടുതലായിട്ട് എഴുതാം. അപ്പോൾ നിങ്ങളുടെ വ്യൂ നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ LPG പോളിസി ഇന്ത്യയിൽ നടപ്പിലാക്കിയപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിന് എന്താണ് അത്ര വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടറിലും വലിയ ഡെവലപ്മെൻറ്റ് ഉണ്ടായില്ല. അപ്പോൾ ആ രീതിയിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് വരാതിരിക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുക. Then we learned that India implemented new economic policy in 1991. It affected all the sectors of our economy on the basis of listed analysis of the reforms measures adopted in agriculture, industry and financial sector. അതേപോലെ തന്നെ മാർച്ച് 2018 അതിൻ്റെ വന്ന ക്വസ്റ്റ്യൻ ആണ്, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ ഇമ്പാക്ട് ഓഫ് ദീസ് എക്കണോമിക് റിഫോംസ് ഇൻ ദ മെഷേഴ്സ് ഓഫ് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ റിഫോംസിനെ ക്രിട്ടിക്കലി ആയിട്ട് അസസ്മെൻറ്റ് ഓഫ് ദ റിഫോംസ് എന്നുള്ളത് എല്ലാ മേഖലകളിലും ഉദ്ദേശിച്ച് GDP, ഫിനാൻഷ്യൽ സെക്ടർ, അതേപോലെ തന്നെ ലേബർ സെക്ടർ, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ റിസർവ്,
അഗ്രികൾച്ചർ സെക്ടർ തുടങ്ങിയവയെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ബാധിച്ചു എന്നുള്ള രീതിയിൽ ആൻസർ എഴുതാം. 17ലെ ക്വസ്റ്റ്യൻ ആണ്. നെയിം ദ ഔട്ട്കം ഓഫ് 2 പോളിസി സ്ട്രാറ്റജീസ് ഓഫ് ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ. ലിബറലൈസേഷൻ്റെയും പ്രൈവറ്റൈസേഷൻ്റെയും ഒരു ഔട്ട്കം ആയിട്ടുള്ള മറ്റ് പോളിസി ഏതായിരുന്നു? ആൻസർ എഴുതാം, ഗ്ലോബലൈസേഷൻ. ഡു യു തിങ്ക് ദാറ്റ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ റിഫോംസ് പ്രോസസ് ജസ്റ്റിഫൈ? അഗ്രികൾച്ചർ പ്രോസസ്സ്, അഗ്രികൾച്ചർ ഏരിയ റിഫോംസിൻ്റെ കാലഘട്ടത്തിൽ വളരെ നെഗറ്റീവായിട്ട് അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ രീതിയിൽ ജസ്റ്റിഫൈ ചെയ്ത് ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് ഗ്ലോബലൈസേഷൻ തന്നെ ആൻസർ എഴുതാം. പിന്നെ അതേപോലെ തന്നെ അഡ്വേഴ്സ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാരണങ്ങൾ ഒക്കെ എഴുതി കൊടുക്കുക. അഗ്രികൾച്ചർ സെക്ടറിലെ റിഫോംസിൻ്റെ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളതെല്ലാം പോയിന്റുകളെല്ലാം ഇതിൽ ഉൾക്കൊള്ളിക്കുക. Then next question. Small scale industries play a vital role in the economic development. Write the advantages of small scale industry. നമ്മുടെ LPG പോളിസീസ് അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട്. IPR 1956 ശേഷം കാർവേ കമ്മിറ്റി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ എന്തെല്ലാം രീതിയിലുള്ള പ്രാധാന്യങ്ങളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുക. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പോസിറ്റീവ് സൈഡ് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്, അതേപോലെ തന്നെ പൊല്യൂട്ടഡ് അല്ല, ലോ ക്യാപിറ്റൽ മതി, അതേപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള പോയിന്റുകളെല്ലാം എനിക്ക് കൊടുക്കുക. ദെൻ 2016 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഐഡൻറ്റിഫൈ ദ വേരിയസ് ഫേവറബിൾ കണ്ടീഷൻ പ്രിവെയിലിംഗ് ഇന്ത്യ വിച്ച് മേക്ക് ഔട്ട്സോഴ്സിംഗ് പോസിബിൾ. നമ്മുടെ ഇന്ത്യയിൽ ഔട്ട്സോഴ്സിംഗ്, ബിസിനസ് പ്രോസസ്സ് ഔട്ട്സോഴ്സിംഗ് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഇന്ത്യയിലെ അതിനൊരു ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്താ, ഇന്ത്യയിലെ വളരെ നല്ല ആൾക്കാർക്ക്, നല്ല കഴിവുള്ള ആൾക്കാർക്ക് വിദേശത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്നു, അല്ലേ? എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു, ധാരാളം ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. നമുക്ക് വിദേശ രാജ്യങ്ങളിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്നതിന് ഔട്ട്സോഴ്സിംഗ് ഒക്കെ കഴിയുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഒരു നെഗറ്റീവിലേക്ക് ഇത് പറയുകയാണെങ്കിൽ ബിസിനസ് പ്രോസസ്സിംഗ് ഔട്ട്സോഴ്സ് ഡ്രെയിൻ ദ ബ്രെയിൻ ഓഫ് അവർ ഇന്ത്യ. ഇന്ത്യയുടെ നമ്മുടെ നല്ല നല്ല തലച്ചോറുകളെ ചോർച്ച ചെയ്ത് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ കൊള്ളയടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എന്നുള്ള രീതിയിൽ ഇത് ഉൾക്കൊള്ളിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2010 വന്നിട്ടുള്ള ചോദ്യമാണ്. ഗീവ് 2 വേ ഓഫ് കൺവേർട്ടിങ് ഗവൺമെൻറ് കമ്പനീസ് ഇൻ ടു പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി ആക്കുന്നതിനുള്ള 2 രീതി അതാണ്. ഒന്ന്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, സെയിൽ ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. സെക്കൻഡ് വൺ, വിഡ്രോവൽ ഓഫ് ഗവൺമെൻറ് ഫ്രം ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ്. ഈ 2 രീതിയിലാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ വരുന്ന സ്ഥാപനങ്ങളെ പ്രൈവറ്റ് മേഖലയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. Then outsourcing, one of the most important outcome of globalization process. Discuss the importance of outsourcing and its merits and demerits എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യം വരാം. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിന് നേരത്തെ ഞാൻ പറഞ്ഞു, ഔട്ട്സോഴ്സിങ്ങിൻ്റെ പോസിറ്റീവ് സൈഡ്, നെഗറ്റീവ് സൈഡ് എന്നിവ വിശദീകരിക്കലാണ് നിങ്ങൾ ആൻസറായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.